ഗൈസ് അപ്പോൾ ഇവിടെ ഇല്ല ഇവിടുത്തെ കടയിലെ പേര് വെച്ചിങ്ങനെ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും തിരുവോണ ആശംസകൾ. അപ്പോൾ നമ്മളിന്ന് ഷാഡോ എക്സ് വ്ളോഗ് നമ്പർ 25 ചെയ്യാൻ പോകുന്നത്. രാവിലെ 7 to 12 എടുത്ത് വെച്ചിട്ടുണ്ട്. സമയം ഇപ്പം മണി കറക്റ്റ് 6 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം നേരെ വീഡിയോയിലോട്ട്. ശരി എന്നാൽ. ഇന്ന് രാവിലെ ഇവിടെ പെട്രോൾ പമ്പിൽ നിന്ന് എണ്ണ അടിച്ചാണ്. അപ്പോൾ നമുക്ക് തിരുവോണമായിട്ട് ഒരു പായസ കിറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ 200 രൂപയ്ക്ക് 200 രൂപയ്ക്ക് മേലെ അടിക്കണവർക്കെല്ലാം ഇതുപോലെ ഒരു കിട്ട് കേട്ടോ, അല്ലേ? 200 രൂപയ്ക്ക് മേലല്ലേ? 200 രൂപയ്ക്ക് മേലെ അടിച്ചാൽ ഇതുപോലെ കിട്ടും. ഇതിപ്പോൾ നമ്മളവിടെയാണ് വിതിര, മറ്റുള്ള പമ്പിൽ എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. നമ്മളവിടെ നിന്ന് കിട്ടിയതാണ് രാവിലെ ഒരു പായസം മിക്സ്. അപ്പോൾ ശരിയാണ്, ഓക്കെ. സിറ്റിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ 6:20 ആയിട്ടുണ്ട്. ടയറിൽ എയർ കുറവാണ്, പഞ്ചറാണെന്നാണ് തോന്നുന്നത്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ് കേട്ടോ. അപ്പൊ ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. 2697 ഗൈസ്, നമ്മളെ ഓർഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഐറ്റം തോന്നുന്നുണ്ട് കേട്ടോ. ഇഡലി സെറ്റാണ് 4 എണ്ണം. ഓക്കെ, ഇഡലി സെറ്റാണ് 4 എണ്ണം ഗൈസ്. അപ്പോൾ അവിടുന്ന് 4.3 കിലോമീറ്റർ ഉണ്ട്. ചെറുവയ്ക്കലാണ് കൊടുക്കാനുള്ളത്. രാവിലെ തിരക്കില്ലെന്ന് പറഞ്ഞു. തിരക്കില്ല, ഓക്കെയാണ്, മാനേജബിൾ ആണ്. എനിക്ക് തിരക്ക് വരുമ്പോൾ ചില നേരത്തെ എനിക്ക് ശരിയാവില്ല. എനിക്ക് തിരക്ക് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ നിനക്കിനി പ്രത്യേക റോഡ് ഉണ്ടാക്കി തരടാ അല്ലേ? എനിക്ക് ചവിട്ടി പോണ അത്ര പിടിക്കണ ഒരു കേസല്ല ഗൈസ്, ഉള്ള കാര്യം പറയാല്ലേ. പിസ്സ ഹട്ടൊക്കെ രാവിലെ തുറന്നു കേട്ടാ. സാധാരണ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ തുറക്കാനാ എല്ലാം തോന്നും. പിസ്സ ഹട്ടിൽ നിന്ന് നമുക്ക് രാത്രിയൊക്കെ ഓർഡർ കിട്ടും കേട്ടാ. ഏകദേശം എനിക്ക് 1 മണിക്കാണ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പണ്ട് ഷാഡോ എക്സിന്റെ ഓർഡർ തന്നെ 1 മണിക്കങ്ങാണ്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആക്കുള റൂട്ടാണ് പോകാനുള്ളത്, ചെറുവയ്ക്കൽ. ഇന്നലെ നിങ്ങൾ കണ്ടായിരിക്കും ഒരു വീഡിയോയിൽ കസ്റ്റമർ കലിപ്പ്. അത് സംഭവം എന്ന് പറഞ്ഞാലേ, അവര് ഉറക്കം വരുന്നു. അവര് തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ ഉറക്കം എണീച്ച് ബെല്ലടിച്ചപ്പോൾ ഉറക്കം എണീറ്റ് വന്നതാണെന്ന് പറയുന്നുണ്ട്. ഇവര് ഉറക്കം വരുന്നു. അപ്പൊ കോൾ എടുക്കാൻ പറ്റിയില്ലായിരിക്കും, അതാണ് സംഭവം. എന്തായാലും ഇവര് ഉറക്കം എണീച്ച് വരുന്നവരെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? പറ്റൂല. നമുക്ക് അങ്ങനെ നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേക ഓപ്ഷൻ ഉണ്ട്, സ്വിഗ്ഗിയിലൊക്കെ ഉണ്ട്. അതായത് കസ്റ്റമർ വെയിറ്റ് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. നമ്മള് സ്വാഭാവികമായിട്ട് മാന്യമായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. അത് ജോലിയിലെ ഭാഗമാണ്, നമ്മൾ ചെയ്യുകയും ചെയ്യും. ഇത് പിന്നെ അവര് ഉറക്കം എണീറ്റ് വരുന്നേരം ഞാൻ അവിടെ നിന്നില്ല പോലും. ഞാൻ 1-2 പ്രാവശ്യം കോൾ എടുക്കുന്നില്ല, അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോ ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്നു. സൈഡിലത്തെ പിന്നെ വഴി ഞാൻ കണ്ടില്ല. നമ്മൾ ഇനിയിപ്പോ ഡോർ തുറന്ന് അകത്ത് കയറി പോയാലേ അല്ല പട്ടിയെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കടിച്ച് തന്നെ ശരിയാക്കും. അതും അറിഞ്ഞൂടാ. അപ്പൊ അകത്ത് പട്ടി ഉണ്ടായില്ലേ നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് സ്വതന്ത്രമായിട്ട് കയറി പോകാനും പറ്റൂല. ഇപ്പൊ ഫ്രണ്ടിലത്തെ മെയിൻ ഗേറ്റ് പൂട്ടിയിട്ടേക്കുന്നു. ഞാൻ പിടിച്ചു നോക്കിയാൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടേക്കുന്നു. അപ്പൊ കുറച്ചു നേരം നോക്കിയതിന് ശേഷമാണ് ഈ സൈഡിലെ ഡോർ ഞാൻ കണ്ടത്. അങ്ങനെ ആ ഡോർ തുറന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴാണ് ഡോർ തുറന്ന് അകത്ത് കയറിയിട്ട് ഫസ്റ്റ് ബെല്ലടിച്ച് സാധനം അവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പുറത്ത് ഇറങ്ങി.
അപ്പൊ അവര് പറയണേ പിന്നെ ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ, ബെല്ലടിച്ച സമയത്ത് വന്നേ ഉള്ളൂ, അതിന് മുമ്പല്ല വന്നത്, ബെല്ലടിച്ച സമയത്താണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇത്ര ദേഷ്യം കാണിച്ചത്. എന്തൊരു ദേഷ്യം. ഗൈസ്, അപ്പൊ ഇവിടെ ആക്കുളം പോണ റൂട്ടിലുള്ള ഒരു അത്തപ്പൂക്കുളമാണ് കേട്ടോ. കൊള്ളാം. കേട്ടോ കേട്ടോ നിങ്ങള് കൊള്ളാം കേട്ടോ സംഭവം. കൂടുതൽ നിൽക്കില്ല, കാരണം ഞാൻ കോപ്പി റൈറ്റ് അടിക്കും. ലൊക്കേഷൻ എത്തി. ഇത് നമ്മൾ സ്ഥിരം കൊടുക്കാനാണ് തോന്നുന്നത് കേട്ടോ. തന്നെ 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 അവിടെ ഒരു വീടാണ് ആദ്യം നമ്മള് ഇതിനു മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഹാപ്പി വേണം. ശരി, ഓക്കെ. ആ അപ്പോൾ നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് കിട്ടിയത് 2039 കേട്ടോ. ഞാൻ ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആര്യസ് ആണ് ഇവിടെ നമ്മളെ മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത്. ഇവിടെ നിന്ന് 2.2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഗൈസ് നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് എടുക്കാം കേട്ടോ. 457 ഗൈസ് നമ്മള് ഓർഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഐറ്റം എന്ന് പറയുന്നത് 18 വടയാണ് കേട്ടോ. 18 വടയാണ് ഐറ്റം, ഉഴുന്നുവട. അപ്പം കൊടുക്കാണെന്ന് പറയണത് പിള്ള വീടാണ്, RBI കോളനി എന്നാണ് കൊടുത്തേക്കുന്നത്. എവിടെയാണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയത്, സേമിയ പായസം മിക്സ് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. ഗൈസ് അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മാപ്പ് കാണിക്കുന്നത്. കമോൺ. അതായിരിക്കും മിക്കവാറും. അല്ല ഞാൻ വന്നിട്ടില്ല. അത് ശരി. അല്ല അവിടെ നിന്നാണ് ഓർഡർ എടുത്തത്, മറ്റേ മെഡിക്കൽ കോളേജിന്റെ അവിടെ നിന്ന്. ഓ അത് ശരി. അല്ല മാപ്പ് അങ്ങോട്ട് കാണിച്ചു, അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങോട്ടായിരിക്കും. ശരി എന്നാ, ഓക്കെ. അപ്പൊ ഗൈസ് നമുക്ക് 27 രൂപയാണ് കിട്ടിയത്. ഗൈസ് ഇഷ്ടം പോലെ ഓർഡർ കാണിക്കുന്നുണ്ട് കേട്ടോ. അതില് ആളില്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ന് സൊമാറ്റോയിലൊക്കെ ഭയങ്കര ഇത് ഇട്ടൊക്കെയാണ്. 1300 രൂപയൊക്കെ 26 ഓർഡർ എടുത്താൽ 1300 രൂപ എന്ന് പറഞ്ഞിട്ടൊക്കെ. പക്ഷെ എല്ലാവർക്കും കിട്ടൂല, കുറച്ച് പേർക്ക് കിട്ടും. ഇപ്പൊ ഒരു 100 പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10, 50 അല്ലെങ്കിൽ 60 പേർക്ക് കിട്ടും. ബാക്കി 40 പേർക്ക് ഷോക്ക് വരും. ഓഫറൊക്കെ കാണും. അല്ലെന്നുണ്ടെങ്കിൽ അവര് ബോണസ് കൊടുക്കണം, ഇത്ര രൂപ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. ഇത് 26 ഓർഡർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവന് ബോണസും ഇല്ല, ഒരു തേങ്ങയില്ല. ബോണസ് അല്ല, ഈ എമൗണ്ടും ഇല്ല, ഒരു തേങ്ങയില്ല. അപ്പൊ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അലങ്കാർ പ്യൂർ വെച്ചാണ്. ക്യാമറ ഓൺ ചെയ്യുന്നേ. ഇവിടുന്ന് 2.6 കിലോമീറ്റർ ഉണ്ട്. ഓക്കെ, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. $67.64. ഇഡലി 1 പീസ്, ഗീ റോസ്റ്റ്, പൂരി മസാലയാണ് ഐറ്റം. ചെറിയ ചാനലുണ്ട് യൂട്യൂബിൽ, ചെറിയ ചാനലുണ്ട്. ഗോപ്രോ അല്ല, DJ. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് യൂട്യൂബിൽ ചെറിയൊരു ചാനലുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടോടെ വെക്കുന്നത്. അത് പോകണം. ചിത്ര നഗർ എന്നാണ് കൊടുത്തേക്കുന്നത്, പേരൂക്കര റൂട്ട്. ഇവിടുന്ന് 3.3 കിലോമീറ്റർ ഉണ്ട്. തിരക്കില്ലെന്നുണ്ടെങ്കിൽ ഈ ഫുഡ് ഡെലിവറി എന്ന് പറയണ നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം വണ്ടികളുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഗൈസ് നമുക്ക് ഇങ്ങോട്ടാണ് പോകാനുള്ളത്.
എന്നാ ഇപ്പൊ ശരിയായി തരാം. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു 200 മീറ്ററും കൂടെ ഉള്ളൂ. ശരി, ഓക്കെ. ആ ഏകദേശം നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 35 രൂപ നമുക്ക് കിട്ടിയത് കേട്ടോ. അപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സുൽത്താൻസ് ബിരിയാണിയാണ് കേട്ടോ. സുൽത്താൻസ് ബിരിയാണി ഇത് എവിടെ? ഓ, ഹോട്ടൽ ചിന്നൂസിൽ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് 4.3 കിലോമീറ്റർ ഉണ്ട്. അടിച്ചിട്ടുണ്ട്. ബിരിയാണിയാണ് കേട്ടോ. സുൽത്താൻസ് ബിരിയാണി ഇത് എവിടെ? ഓ, ഹോട്ടൽ ചിന്നൂസിൽ. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് 4.3 കിലോമീറ്റർ ഉണ്ട്. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 30-29 ബൈ 3029. ഓക്കെ ഗൈസ്, നമ്മളെ ഐറ്റം കിട്ടിയിട്ടുണ്ട്. മസാല ദോശ പൂരി സെറ്റ് ആണ് കേട്ടോ. മസാല ദോശയും പൂരി സെറ്റുമാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ഗാന്ധിജി നഗറാണ്, 4-ാം ചിറ കേട്ടോ. ഇപ്പോൾ ഇവിടുന്ന് 3.7 കിലോമീറ്റർ ഉണ്ട്. എടുത്ത ഐറ്റം എന്ന് പറയുന്നത് മസാല ദോശയും പൂരി സെറ്റുമാണ് കേട്ടോ. ഓണത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 2.6 കിലോമീറ്റർ ഉണ്ട്. ആ 6 പറയുമ്പോൾ എനിക്ക് 6 എന്നായി പോകും. ശരി, ഓക്കെ. ശരി ഗൈസ്, നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 44 രൂപ വേട്ടാ നമുക്ക് കിട്ടിയത്. അയ്യോ, ഞാൻ ഫുഡ് കഴിക്കുന്ന കാര്യം മറന്നുപോയി. അപ്പം നമുക്ക് ഫുഡ് കഴിക്കണം. കഴിച്ചിട്ട് പോയില്ലെങ്കിലേ പണിയാവും. ഗൈസ്, അപ്പം ഇഡ്ഡലിയും ചമ്മന്തിയാണ് ഇന്നത്തെ ഫുഡ്. കാണാമോ? മുക്കി തിന്നാൻ കേട്ടോ. ഇന്ന് കഴിക്കുന്ന കാര്യം പോലും മറന്നുപോയി. വിശപ്പ് തോന്നിയില്ല. ഫുഡ് ഇപ്പോൾ ഇത് കഴിച്ച് തുടങ്ങിയപ്പോൾ വിശപ്പ് പിന്നെ റെഡി ആയിട്ടില്ല. ഇപ്പം അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അതും ഹോട്ടൽ ചിന്നൂസ് തന്നെ കേട്ടോ. ഇവിടുന്ന് 1.8 കിലോമീറ്റർ ഉണ്ട്. സ്വിഗ്ഗിയിൽ ആളില്ല, അത് തന്നെ ഉറപ്പാണ്. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അയ്യോ, നമ്പർ ഓർക്കില്ല. ഒരു 64-42. ബൈ. ഹലോ, 6442. ഗൈസ്, നമ്മൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. ഈ ദോശയും പൂരി മസാലയാണ് കേട്ടോ. നമ്മൾ കാപ്പി കുടിച്ചില്ല, ഞാൻ അത് മറന്നുപോയി. നമുക്ക് കൊടുക്കാനുള്ളത് ഫ്രണ്ട്സ് നഗറാണ്. ഫ്രണ്ട്സ് നഗർ കുമാരപുരം കേട്ടോ. ഗൈസ്, അപ്പോൾ കുമാരപുരത്താണ് കൊടുക്കാനുള്ളത്. ഇവിടെ നിന്ന് 3.7 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ രാവിലെ ഓർഡറുണ്ട് കേട്ടോ. നമ്മളെ ചിന്നൂസിലെ ഹോട്ടൽ ചിന്നൂസ് യേശോസ്വരത്ത് രാവിലെ നല്ല ഓർഡറുണ്ട്. ചില ദിവസങ്ങളിൽ ഒന്നൊക്കെ കിട്ടുള്ളൂ. ഇതിപ്പോൾ 3 ഓർഡർ കണ്ട് അവിടെ നിന്ന് എടുത്തു നമ്മൾ മൊത്തം. നമുക്ക് ചാലക്കുടി റോഡ് വഴിയാണ് പോകാനുള്ളത്. ഇവിടുന്ന് റൈറ്റ് കയറി പോകണം. ഇനി ഗൈസ്, അപ്പം നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മാപ്പ് കാണിക്കുന്നത് കേട്ടോ. KSBC പ്ലേ ഹൗസ് ഇവിടെ തന്നെ, B6. ശരി, ഓക്കെ. ശരി ഗൈസ്, നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 39 അപ്പോൾ അടുത്ത് ഓർഡർ അടിച്ചിട്ടുണ്ട്. അത് ഹോട്ടൽ ആര്യസ് ആണ് കേട്ടോ. നമ്മളെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ്. കമാൺ.
അപ്പോൾ ഇവിടുന്ന് 2.6 കിലോമീറ്റർ ഉണ്ട്. ഗൈസ് നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. കമോൺ കമോൺ ലെറ്റ്സ് ഗോ. ഫുഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഐറ്റം എന്ന് പറയുന്നത് ഗീ റോസ്റ്റും ഗീ മസാല ദോശയാണ് ഐറ്റം. ഓക്കെ, അപ്പോൾ വെൻപകൽ ഹൈറ്റ്സിലാണ് കൊടുക്കാനുള്ളത്. സമുദ്ര നഗർ ഇതെവിടെ? ഓക്കെ, മുറിഞ്ഞപാലം റൂട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് 2.6 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു മഴയും വരുന്നുണ്ട്. മഴക്കൊള്ളുണ്ട് കേട്ടോ, ചെറുതായിട്ടല്ല പെയ്യും, ഉടനെ പെയ്യും. റെയിൻ സർജ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശരിയെന്നാ നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോവാനുള്ളത്. അയ്യോ, കഴിച്ച നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 28 രൂപയാണ് നമുക്ക് കിട്ടിയത്. ശരി, ഓക്കെ, ശരി. ഹാപ്പി ആണോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിച്ച് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലുലു മാളിലാണ് ഓറടിച്ചത് കേട്ടോ. ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓറെടുക്കാനുള്ളത് നമ്മ വീട് വസന്തഭവൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിന് ഓറെടുക്കാനുള്ളത് ഇവിടെ തന്നെ കേട്ടോ. യെസ്, എടുക്കാം. 0579 ഗൈസ് നമ്മൾ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാലേ ഐറ്റം എന്ന് പറഞ്ഞാൽ ഈ പൊങ്കലാണ് കൊടുക്കാനുള്ളത്. പ്രൊഫഷണൽ സ്റ്റോറ് പള്ളി നട കഴക്കൂട്ട് വേണം കേട്ടോ. ലുലു മാള് PVR വേറെ സിനിമ അടിച്ചു പോയാലോ, വേണ്ടല്ലേ. ഗൈസ് അപ്പം നമ്മൾ ഈ ലുലു മാളിൽ വന്ന് വഴി തെറ്റി പോയാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാലേ, ഞാൻ ഇന്നാൾ കുറേ കറങ്ങിയാണ്. ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ അടുപ്പിച്ച് കറങ്ങി. ഇത് തോനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എവിടെയൊന്നും അറിയാൻ പറ്റൂല. ഇവിടെ ഫുഡ് എടുക്കാൻ പറഞ്ഞവർക്കൊക്കെ ഈ വഴി കേട്ടാ. സാധാരണ ആൾക്കാർക്ക് ഇതിലേക്കൂടെ കയറി പോവാം. ഇവിടെ നമുക്ക് റൈറ്റിലോട്ടാണ് പോവാനുള്ളത്. ഓക്കെ, ശരിയെന്നാ. അപ്പോൾ ഇതാണ് എക്സിറ്റ് കേട്ടാ. അത് പാർക്കിങ്ങിലോട്ട് പോണത്, ഇത് എക്സിറ്റ്. ഗൈസ് അപ്പം നമുക്ക് ഈ ആക്കുളം ആ ബൈപ്പാസിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല ഭംഗിയാണല്ലേ കാണാൻ. ഫ്ലാറ്റും വേണ്ട, പുഴയണ്ട കട എത്ര പൊക്കാൻ പറ്റുള്ളൂ. നമുക്കിനി ഇവിടുന്ന് 3.9 കിലോമീറ്റർ ഉണ്ട്. ആക്കുളം ആ ഭാഗത്താണ് കൊടുക്കാനുള്ളത് കേട്ടോ. എവിടെയാണെന്ന് അറിഞ്ഞൂടാ, ആ ഭാഗത്താണ് കൊടുക്കാനുള്ളത്. ഞാൻ പെട്ടെന്ന് നോക്കിയില്ല, ഇനിയിപ്പോൾ നോക്കാൻ പറ്റൂല ഗൈസ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. നോക്കട്ടെ എവിടെയാണ്. പ്രൊഫഷണൽ സ്റ്റോർ എന്നാ? ആ, ഇത് തന്നെ പ്രൊഫഷണൽ സ്റ്റോർ അല്ലേ? യെസ്, കമോൺ. ഇവിടെയാണ് തോന്നണം കേട്ടോ. ആ, അതെ, ഇവിടെ അല്ലേ? ഇല്ല, ഇവിടുത്തെ കടയിലെ പേര് വെച്ചിങ്ങനെ നോക്കാം, നോക്കിട്ട്. അവിടെ അല്ലെന്നോ, ഇവിടെ കടയിൽ ചോദിച്ചപ്പോൾ അവിടുത്തെ ഓർഡർ അല്ലെന്ന് പറയണം. ഹലോ, ഇതിൽ നിയറൊന്നും കൊടുത്തിട്ടില്ല. ഇല്ല, കൊടുത്തിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ വായിക്കുക. അതാ നിങ്ങൾ തന്നെ വായിച്ചു നോക്കി. പോടാ, ശരി, ഓക്കെ. ഗൈസ് നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ് കസ്റ്റമർ ഇതിൽ ലൊക്കേഷൻ കൊടുത്തേക്കുന്ന ഒരു പ്രൊഫഷണൽ സ്റ്റോറാണ് കേട്ടോ. ഞാൻ ആ പ്രൊഫഷണൽ സ്റ്റോറിന് അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവർ പറയണം അവിടുത്തെ ഓർഡർ അല്ലെന്ന്. കസ്റ്റമറിനെ വിളിച്ചപ്പോൾ കസ്റ്റമർ പറഞ്ഞാൽ നിയർ എന്നാണ് കൊടുത്തിരുന്നത്. ഞാൻ ലൊക്കേഷൻ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ നിയർ ഒന്നും കൊടുത്തിട്ടില്ല. ആ കടയിലെ പേര് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ചിന്നൂസ് ആണ് കേട്ടോ. ചിന്നൂസ് ഇവിടെ നമ്മളെ ആക്കുളത്ത് ആനേറ. ഇവിടുന്ന് 2.7 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ഓർഡറിന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. 11:27 ഓർഡറുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ. ഷാഡോ ഫെക്സ് ഉള്ളവർ ഇന്ന് ഇറങ്ങാൻ പറ്റുന്നവർ ഇറങ്ങിക്കോ. വൈകുന്നേരം ഓർഡർ കാണുമെന്നാണ് പ്രതീക്ഷ. ഗൈസ് എനിക്ക് ഉച്ചയ്ക്ക് മുമ്പ് വീടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. കാര്യം എന്ന് പറഞ്ഞാലേ ഇവിടെ ചിന്നൂസ് ഉണ്ടല്ലേ നമ്മളെ ആനേറുള്ള. എൻ്റെ പൊന്നെ 11:26 ഓർഡർ അടിച്ചതാണ്.
ഇപ്പോഴാണ് കിട്ടിയത്. മണി ഇപ്പോൾ എത്ര 12:30 കറക്റ്റ് 1 മണിക്കൂർ. ഇപ്പോഴേ റെഡി കൊടുത്തില്ല സാധനം. അവിടെ ഇപ്പം ഒരു 10 മിനിറ്റ് സാധനം റെഡിയായി, പക്ഷെ എൻ്റെ റെഡി വന്നിട്ടില്ല. ഞാൻ ചെന്ന് നോക്കിക്കൊണ്ട് രക്ഷപ്പെട്ടു. അത് സംഭവം എന്ന് പറഞ്ഞാൽ ആള് കുറവായതുകൊണ്ട് പുള്ളിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെയ്യാളെന്ന് പറഞ്ഞാൽ ഓഫാക്കിയിടണം. ഇതിപ്പോൾ പുള്ളി തന്നെ പറയണം, പുള്ളി ഓഫാക്കിയിട്ട് പിന്നെ ഓറൊന്നും അടിക്കില്ലെന്ന്. പക്ഷെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇഷ്ടംപോലെ ഓറും വരുന്നുണ്ട്. ശരി, ഇപ്പൊ പന വിളയെന്ന് കൊടുക്കാനുള്ള കേട്ടോ. ഇത് കൊടുത്തിട്ട് നമുക്ക് പോവാം. റൈറ്റാണ് പോവാനുള്ള കേട്ടോ. അപ്പൊ ഇവിടുന്ന് 2.66 കിലോമീറ്റർ ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങി കേട്ടോ. സൊമാറ്റോയിലെ ഇത് എല്ലാവർക്കും 25 ഓവർ വെച്ച് കിട്ടണമെന്നില്ല. ഇപ്പൊ 100 പേര് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരു 10, 70, 80 പേർക്ക് കിട്ടും. ബാക്കി 20 പേർക്ക് കിട്ടൂല. എനിക്ക് അനുഭവം ഉണ്ട്. പണ്ട് ഇതുപോലെ തന്നെ കഴിഞ്ഞ ഓണത്തിനാണെന്ന് തോന്നുന്നു, ഞാൻ ഇതുപോലെ കംപ്ലീറ്റ് ജിക്സ് കടന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ കംപ്ലീറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഓടാൻ വേണ്ടി വന്ന് രാവിലെ തൊട്ട് രാത്രി വരെയൊക്കെ ആയപ്പം അന്ന് 28 ഓവർ കണ്ടായിരുന്നു തോന്നുന്നു. മൊത്തത്തിൽ എനിക്ക് അവിടെ കിട്ടിയത് 19, 20 ഓവറാണ് മൊത്തം കിട്ടിയത്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അന്ന് ഞാൻ നല്ല വിഷമിച്ചു. കാരണം രാവിലെ എല്ലാം പ്രപ്പിയായി വന്നതാണ്. അങ്ങനെ കുഴപ്പമുണ്ട്. ആള് കൂടുമ്പോൾ ഓവറിന്റെ എണ്ണം കുറയും. ചിലപ്പോൾ 100 ഓവറെ ചിലപ്പോൾ ഒരു ദിവസം, അല്ലെങ്കിൽ ഒരു 1000 ഓവറെ കാണുള്ളൂ. ആയിരം ഓവർ കാണുന്നുണ്ടെങ്കിൽ പിന്നെ 1200 പേര് വന്നാൽ പിന്നെ എങ്ങനെയാണ് ആ ഓവർ കിട്ടുന്നത്? അതൊക്കെയാണ് പ്രശ്നം. ഏകദേശം നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. സോറി, 36 രൂപ കേട്ടോ കിട്ടിയത്. ഗൈസ്, അപ്പം ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയത് 322 രൂപയാണ് മൊത്തം ടോട്ടൽ നമുക്ക് കിട്ടിയത്. 9 ഓവർ കിട്ടി. 9 ഓവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 7 to 12 നമ്മൾ വർക്ക് ചെയ്ത ടൈം. അപ്പോൾ ടോട്ടൽ ഒരു 65 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.